തിരുവനന്തപുരം വെമ്പായത്തെ 16-കാരൻ്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. അഭിജിത്ത് മരിച്ചത് ട്രെയിൻ തട്ടിയെന്ന് ലോക്കോ പൈലറ്റ് പോലീസിന് മൊഴി കൊടുത്തു. അഭിജിത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആരോപണം. നാട്ടുകാർക്കും ഇതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ലോക്കോ പൈലറ്റ് പറയുന്ന ട്രെയിൻ തട്ടി തന്നെയാണ് അഭിജിത്ത് മരിച്ചത് എന്നാണ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എപ്പോഴാണ് ഈ ലോക്കോ പൈലറ്റിൻ്റെ മൊഴി പോലീസിന് എടുക്കാൻ കഴിഞ്ഞത്? കൂടുതൽ വിവരങ്ങൾ അറിവായോ? SKN വെമ്പായം തേക്കട സ്വദേശിയായ 16-കാരൻ അഭിജിത്തിന്റെ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ട് എന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ അഭിജിത്തിനെ കാണാതായ ശേഷം പോലീസിന്റെ അന്വേഷണത്തിലടക്കം വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് തന്നെ അറിയിക്കുന്നത്. പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അഭിജിത്ത് ട്രെയിൻ തട്ടി മരിച്ചത്. ഇത് ഒരു അജ്ഞാത മൃതദേഹമെന്ന് കണ്ട് പേട്ട പോലീസ് സംസ്കരിക്കുകയുമായിരുന്നു. ഈ അപകടശേഷം ലോക്കോ പൈലറ്റിൽ നിന്ന് സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായി തന്നെ അവരുടെ മൊഴിയെടുക്കാറുണ്ട്. ഇതിൽ അപകടമരണമാണ് എന്നാണ് ലോക്കോ പൈലറ്റ് പേട്ട പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്തിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന ഒരു നിഗമനം പോലീസ് പറയുന്നത്. പക്ഷേ ഈ മരണത്തിൽ ഉൾപ്പെടെ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. അഭിജിത്തിനെ സുഹൃത്തുക്കൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. തുടർന്ന് അഭിജിത്തിനെ കാണാനില്ലായിരുന്നു. കുടുംബവുമായി ഒരു ബന്ധം പോലും അഭിജിത്ത് നടത്തിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ദുരൂഹത ഇതിലുണ്ട് എന്ന് കുടുംബം സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ കുടുംബത്തിന്റെ ആ ആരോപണം പോലീസ് തള്ളുകയാണ്. സുഹൃത്തുക്കളെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. ഈ സുഹൃത്തുക്കളിൽ നിന്നും കൃത്യമായ ഒരു പുതിയ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസ് അറിയിക്കുന്നത്. ഒപ്പം ലോക്കോ പൈലറ്റിന്റെ മൊഴിയും ഈ മരണത്തിൽ ദുരൂഹതയില്ലെന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. SKN. താങ്ക് യു.